നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിതയായ അഡ്വക്കേറ്റ് വി ഗീതയ്ക്കും കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച RLV രാമകൃഷ്ണനും ചാലക്കുടി പ്രസ് ക്ലബ് സ്വീകരണം നൽകി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി വിമാനത്താവളത്തെ കണക്ട് ചെയ്ത് മെട്രോ 3ാം ഘട്ടത്തിൽ ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്ക് സർവീസ് നീട്ടുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര സമരജാഥയ്ക്ക് വെള്ളിയാഴ്ച ചായപ്പുമൊഴിയിൽ സ്വീകരണം നൽകും. വാർത്തകൾ വിശദമായി. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിതയായ അഡ്വക്കേറ്റ് വി ഗീതയ്ക്കും കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച RLV രാമകൃഷ്ണനും ചാലക്കുടി പ്രസ് ക്ലബ് സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് KA സുരേഷ്, കൗൺസിലർ VJ ജോജി, കേന്ദ്ര റബ്ബർ ബോർഡ് അംഗം KA ഉണ്ണികൃഷ്ണൻ, KB ജയൻ, അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, SP രവി, N കുമാരൻ, PD പോൾ, II അബ്ദുൽ മജീദ് എന്നിവർ പ്രസംഗിച്ചു. അഭിമാനമായിട്ടുള്ള രണ്ട് താരങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് നിയമിതയായിട്ടുള്ളത്. നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പല തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു കാലഘട്ടമാണ്. ഒരുപാട് ആളുകളെ സഹായിക്കാൻ, നീതി നടപ്പാക്കാൻ നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമങ്ങളും ഒക്കെ അനുശാസിക്കുന്ന തരത്തിൽ അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വലിയ അധികാരമാണ് മനുഷ്യാവകാശ കമ്മീഷനായിട്ട് ഉള്ള ഒരു വലിയ സ്ഥാനത്തേക്ക് അവരുടെ ജീവിതത്തിലെ നീതി നിർവഹണ രംഗത്ത് ജസ്റ്റിസ് ഗീതയുടെ ട്രാക്ക് റെക്കോർഡും അവരുടെ ആ യശസ്സുമൊക്കെയാണ് സംസ്ഥാന ഗവൺമെൻറ് അവരെ ഇത്തരമൊരു വളരെ ഉന്നതമായ ഒരു പദവി അലങ്കരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും അത് നമ്മുടെ ചാലക്കുടിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം അല്ലെങ്കിൽ ചാലക്കുടിയുടെ അഭിമാനമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. നമുക്ക് കുറേ കൂടി നമ്മളൊരു നാട്ടുകാരി എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ജസ്റ്റിസ് ഗീതയുടെ ഈ സ്ഥാനാരോഹണത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. നമുക്കറിയാം, ചാലക്കുടിയിൽ നിന്നുണ്ടാകുന്ന ഓരോ ഇതുപോലെയുള്ള ഉയർച്ചകളും അത് നമ്മുടെ നാടിൻ്റെ കൂടി ഒരു അഭിമാനമായിട്ട് വരികയാണ്. RLV രാമകൃഷ്ണനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചാലക്കുടിയുടെ യശസ് ഒരുപാടോളം ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻമണിയുടെ അനുജൻ എന്നതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ കുറേ കാലഘട്ടമായി സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ സജീവമായ സാന്നിധ്യം നിർത്തിക്കൊണ്ട് സ്വന്തമായ അധ്വാനത്തിലൂടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു അതുല്യ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേകിച്ച് വള്ളത്തോളിനെ പോലെയുള്ള
അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 67ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങ് റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റു മാവേലി അധ്യക്ഷത വഹിച്ചു. മുൻ MLA PJ ജോയി, KPCC അംഗം അഡ്വക്കേറ്റ് ഷിയോ പോൾ, DCC സെക്രട്ടറിമാരായ KP ബേബി, KV ജേക്കബ്, PV സജീവൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷാജി, UDF കൺവീനർ TM വർഗീസ് തുടങ്ങി മണ്ഡലം പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ്, INTUC, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ഓരോ ഭാരതീയനെ സംബന്ധിച്ചും ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു ദിവസമാണ്. ഭാരതീയർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അഹിംസാവാദികളായിട്ടുള്ള, മതേതരവാദികളായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും മഹാത്മജിയെ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സംഘപരിവാർ ശക്തികൾ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചപ്പോൾ അവർ രാജ്യത്തെ ഭിന്നിപ്പിക്കാനായിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ അവരുടെ താല്പര്യമാണ് ഒരിക്കൽ കൂടി വെളിവാക്കിയത്. ഗാന്ധിജി എല്ലാ കാലത്തും അദ്ദേഹം ഒരു തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയായിരുന്നുവെങ്കിലും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാ മതങ്ങളും ഒരേപോലെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ വിഭാവനം ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ്. പക്ഷേ ആ മതേതരത്വവും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഭാവനയും ഒക്കെ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത സംഘപരിവാർ ശക്തികളാണ്. കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ പ്രസിഡന്റുമായിരുന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണെന്ന്. ഇന്ന് രാജ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി മാസ്റ്റർ, KT വർഗീസ്, പ്രിൻസ് മുണ്ടമാണി, സിനി ലോനപ്പൻ, ഡെന്നി ആന്റണി, ജോഷി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രചരിപ്പിച്ച ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ലോകത്തിലെ മുഴുവൻ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന നമ്മുടെ മഹാത്മാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ന് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഹൃദയത്തിൻ്റെ ഭാഷയിലേറെ സ്നേഹത്തോടെ ഈ അനുസ്മരണ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു. മഹാത്മാഗാന്ധി നമ്മുടെ ഭാരത ലോകം തന്നെ ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ഈ രക്തസാക്ഷിത്വ ദിനം നമ്മൾ ഗാന്ധിയെക്കുറിച്ച് അറിയാനും ഗാന്ധിയുടെ പൂലനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാര്യമാത്ര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വെള്ളിയാഴ്ച ഉത്സവ ബലി നടക്കും. ശനിയാഴ്ചയാണ് മഹോത്സവം. രാവിലെ 8:30 കാഴ്ചശീവേലി. വിവിധ സംഘങ്ങളുടെ കാവടികൾ 10:30 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് കാവടി അഭിഷേകം. ഉച്ചയ്ക്ക് പ്രസാദഊട്ട്. വൈകിട്ട് 3:30 മേലൂർ ഉദയപുരം മൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ നിന്നും പകൽപൂരം ആരംഭിക്കും. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എത്തുന്ന പൂരം എഴുന്നള്ളിപ്പിൽ കിഴക്കോട്ട് അനിയന്മാർ മേളം നയിക്കും. രാത്രി 7:45 തായമ്പക. 8:30 നാട്യാർച്ചന. രാത്രി 10:30 മുതൽ കാവടി വരവും ആട്ടവും. ഫെബ്രുവരി 2
ഞായറാഴ്ച പള്ളിവേട്ട മഹോത്സവവും തിങ്കളാഴ്ച ആറാട്ടും നടക്കും. കൊമ്പൻപാറ കടവിൽ നടക്കുന്ന ആറാട്ടിന് ശേഷം തിരിച്ച് എഴുന്നള്ളത്തും കൊടിയിറക്കവും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തരുൺ പെരിങ്ങാത്ര, സെക്രട്ടറി ജോഷി മണപ്പറമ്പൻ, കോർഡിനേറ്റർ മുരളി നാനാട്ടിൽ എന്നിവർ പങ്കെടുത്തു. 100 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ എല്ലാ വർഷവും നല്ല രീതിയിലുള്ള പൂരങ്ങളാണ് നടത്താറുള്ളത്. ഈ കൊല്ലവും പതിവ് പോലെ തന്നെ പൂരം തുടക്കമായി 28 ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെയാണ് ഉത്സവം നടക്കുന്നത്. അതിൽ പ്രധാന ദിവസം ഫെബ്രുവരി 1 തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കം 5 ആനകളുടെ പൂരം അവിടെ നടക്കുന്നുണ്ട്. അത് പൂരം എഴുന്നള്ളിപ്പ് മേലൂരിൽ നിന്നാണ്. ഏകദേശം 3.5 കിലോമീറ്ററോളം ദൂരം പൂരം എഴുന്നള്ളിച്ചാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിമാരാണ് മേളത്തിലെ അനിയന്മാരും ശ്രീധരന്മാരുമാണ് മേള പ്രമാണിമാര്. അതിരിപ്പള്ളിയിൽ വാറ്റുകേന്ദ്രം എക്സൈസ് സംഘം തകർത്തു. മികച്ച ഇനം വാഷ് തയ്യാറാക്കി ചാരായി വാറ്റുന്ന കേന്ദ്രമാണ് ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ് നേതൃത്വത്തിൽ നശിപ്പിച്ചത്. 250 ലിറ്റർ വാഷും മറ്റു വാറ്റുപകരണങ്ങളും കണ്ടെടുത്ത് നശിപ്പിച്ചു. മലയോര പ്രദേശത്ത് ഉത്സവ സീസൺ വിവാഹ ആവശ്യത്തിനു വേണ്ടി ഉയർന്ന വിലയ്ക്ക് ചാരായം നൽകുന്നതിനെക്കുറിച്ച് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TR രാകേഷ്, PR അനൂപ് ദാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പിങ്കി മോഹൻദാസ്, മുഹമ്മദ് ഷാൻ എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്തരക്യാമ്പാടം SC ഉന്നതിയിൽ ചാക്കോ മാസ്റ്റർ വായനശാലയിൽ നടത്തിയ ക്യാമ്പ് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷനായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും സഹകരണത്തോടെയായിരുന്നു ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്. അഡ്രസ് കൊച്ചു ത്രേസ്യ വലിയ പറമ്പില്ലേ? ഇത് സേവനം എല്ലാ വാർഡുകളിലും ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഈ ഹോമിയോ ആയുർവേദമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. എന്നിരുന്നാലും പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ കാലം മാറി, ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലും ക്യാമ്പുകൾ ഒരുപാട്, അതുപോലെ തന്നെ നമ്മൾ മരുന്നുകളായാലും ഒരുപാടാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചൊക്കെ മരുന്നുകൾ ഒരുപാട് ഫണ്ടുകൾ അതിനുവേണ്ടി വെക്കുന്നുണ്ട്. ഇതിപ്പോ ബ്ലോക്ക് തലത്തിലുള്ള ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നത്. എന്താണെന്നുള്ളതിനെ കുറിച്ച് പ്രസിഡന്റ് കൂടുതൽ സംസാരിച്ചാൽ കമ്മിറ്റിക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാതിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനൊരു ക്യാമ്പ് നടത്താനൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പലർക്കും ആയുർവേദത്തിൻ്റെ ആയാലും ഇങ്ങനത്തെയുള്ള ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ ഹോമിയോടൊക്കെ ഇതിലൊക്കെ നമുക്ക് ഇരിക്കുന്ന പലരും, ഞാൻ ഉൾപ്പെടെ, എനിക്ക് ഷുഗറുണ്ട്.
എനിക്ക് ഈ മരുന്ന് കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്. എന്നെ നിർബന്ധിച്ച് ഡോക്ടർ ഒരു മാസം മരുന്ന് തന്നു. ഇനിയൊരു ഇടവേള.